നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിയായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം ഞങ്ങളെ ആക്കി കർത്താവേ, അങ്ങയുടെ കൃപയിൻ മറവിൽ ഞങ്ങളെ ദിനം തോറും മറയ്ക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ബലഹീനങ്ങൾ കടന്നു വന്നവരായിരിക്കുന്നത് കർത്താവേ, ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും കർത്താവേ, ഞങ്ങളുടെ ധ്യാനവും ഒക്കെ അങ്ങയുടെ നാമത്തിനായി തീരുവാനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ അടിയങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് പരിപാലിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പല ഭവനങ്ങളിലായിരുന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവേ, അങ്ങയുടെ കൃപ ധാരാളമായി എൻ്റെ മക്കളുടെ മേലെ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകൾ കണക്കിടാതെ ഞങ്ങളെ പരിപാലിച്ചാട്ടെ. ആദ്യോടൊന്നും അങ്ങയുടെ കൃപയിൽ മറവിൽ മറച്ചാട്ടെ. യേശുവിൻ നാമത്തന്നെ ആമേൻ. കർത്താവിൻ്റെ നാമത്തിനും സ്തുതിക്കുമായി ഞാൻ കീർത്തനങ്ങളിൽ 6-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 6. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഋത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തിയും മഹാകരുണ പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സൗന്ദര്യങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിസ്തൽപ്പനങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെറുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, അവിടെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഈ മനുഷ്യർ നിറഞ്ഞ വാഗ്ദപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണ പിതാവേ, തിരുനാമത്തിനായിട്ട് ഞങ്ങളിലെ ദൈവഭക്തിയോടും നിത്യവും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവജന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവു തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നിൽക്കുമ്പോൾ തന്നെ എന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം ഈ സമയം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 119.
111 സങ്കീർത്തനം 33 വാക്യം മുതൽ 48 വാക്യം വരെ. സങ്കീർത്തനം 119 33 വാക്യം മുതൽ 48 വാക്യം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിന് അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്നെ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരനായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ വചനത്തെ അടിയൻ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് നിന്നോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണങ്ങളെ പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. രാജാക്കന്മാരുടെ മുഴുവൻ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കും, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായി നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈവരുന്നു, ശബ്ദങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠം ഈ സമയം നമുക്ക് വായിച്ചു കേൾക്കാം. 1-ാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ വേദഭാഗം രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിന്റെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് പോയി. ബേഥേലിലേക്ക് പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ എന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പാൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി. എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദ്ദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നും അവർ ഇരുവരും യോർദ്ദാനരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതുപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവൻ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും ആജ്ഞാശ്വരങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ പേരും പേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവൻ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതുപ്പെടുത്ത് മടക്കി ചെന്ന് യോർദ്ദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ വീണ പുതുപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. എലീശ ഇക്കരെ കടന്നു. എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവരെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ തേടി ചെന്നു അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇങ്ങനെയുള്ള പഴയ വേദഭാഗം അവസാനിക്കുന്നു.
നമുക്ക് ഈ സമയം സക്രിയാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായി പറയാം. സക്രിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തുനിന്നും നമ്മെ പഴിക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്മന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശ നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ച രണ്ടാം പാഠ ഭാഗം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെ. തീത്തോസ് 2:1 മുതൽ 15 വരെ. നീയോ മധ്യദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാൻ പുരുഷന്മാർ നിർമ്മലവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിനും അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ വൃത്തപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കും ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉദ്ദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. അവണം യൗവനക്കാരെ സുബോധമുള്ളവരായിട്ട് പ്രബോധിപ്പിക്കാം. വിരോധി നന്മ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലഭിക്കേണ്ടതിനും സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവർത്തകർക്ക് മാതൃകയായി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാതെ സത്യവചനവുമുള്ളവനായിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഹിച്ചിരുത്തുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തയോ കാണിക്കുന്നവരുമായിരിക്കും ഇരിപ്പാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിനും പ്രത്യക്ഷതയ്ക്കും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു ഫലപ്രവൃത്തികളും ദുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ദിനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. നിന്നോട് രണ്ടാം പാഠ ഭാഗം അവസാനിക്കുന്നു. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം മുതൽ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലോമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദം ഉണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്നവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ സ്വർഗ്ഗത്തിൽ നിന്ന്
കൊടുത്തിട്ടില്ലാതെ മനുഷ്യനൊന്നും ലഭിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാന്റെ സ്നേഹത്തിനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. കർത്താവിന്റെ നാമത്തിനും സ്തുതിക്കുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 82 കീർത്തനം നമുക്ക് ഈ സമയം ചേർന്ന് പാടാം. കീർത്തനം 82. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. അവൻ വളരണം, ഞാനോ കുറയണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിന് മറവിലായിരിക്കാൻ അങ്ങ് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് ദൈവമായ കർത്താവേ ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിനും ഇടയായി തിരുവാറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ വണക്കിയിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, വചനം ഗ്രഹിക്കുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകർന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തന്നെ ആമേൻ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവവചനത്തിന് മറവിലായിരിക്കാൻ ദൈവം കൃപ നൽകുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ ആദ്യത്തെ ശുശ്രൂഷ നിങ്ങളോട് ചേർന്ന് നടത്തുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നാം ആയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ തീർച്ചയായും അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. 160-ൽ പരം വർഷം പാരമ്പര്യവും പഴക്കവുമുള്ള ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം ആരാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതട്ടെ. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെയും വൈദികരെയും ശുശ്രൂഷകരെയും സഭാംഗങ്ങളെയൊക്കെ വളരെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഭയായി നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ശിഷ്യത്വം എന്ന സാക്ഷ്യം എന്നുള്ളതാണ്. ഡിസൈപ്പിൾഷിപ്പ് ആസ് വിറ്റ്നസ്.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മഹാ ആജ്ഞയിൽ പറയുന്നത് ഇപ്രകാരമാണ്: സകലരെയും ശിഷ്യരാക്കി കൊള്ളുക എന്നുള്ളത്. പുതിയ നിയമം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിനായുള്ള ഒരു ആഹ്വാനം വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ, കാണുവാനും പഠിക്കുവാനും ഒക്കെയായി സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ആയിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനേകർ പിന്തുടരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. യേശുവിൽ നിന്ന് പഠിക്കുവാനായി ഒരു വലിയ കൂട്ടം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി. എന്നാൽ കർത്താവ് തുടർന്ന് പ്രത്യേകം പറയുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരായിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത്: എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിശ്ചയിച്ച് നാൾ തോറും തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അബൌട്ട് അസ് ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഗോഡ്. ശിഷ്യരായിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്കല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരായി യഥാർത്ഥ സാക്ഷികളായി നമ്മൾ ജീവിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനും പാലിക്കേണ്ടതുമായിട്ടുണ്ട് എന്ന് വചനം ഓർപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ച് വിരാമമിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരാക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഒരാൾ പഠിച്ചെങ്കിൽ മാത്രമേ, അറിയാമെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്ന് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉപദേശങ്ങൾ പഠിച്ചവനാണ് ശിഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഡിസിപ്ലിൻ എന്നുള്ള പദത്തിൽ നിന്നാണ് ഡിസൈപ്പിൾ എന്നുള്ള പദം ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുമ്പോൾ കൽപ്പനകൾ സ്വീകരിക്കുന്ന ഒരാൾ വളരെ ചിട്ടയോടുകൂടെ, ഡിസിപ്ലിനോടുകൂടെ കൽപ്പനകൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇന്ന് നാം വാക്യപ്രതിവാക്യമായി വായിച്ച 119-ാം സങ്കീർത്തനം അതിൻ്റെ 33-ാം വാക്യവും 48-ാം വാക്യവും വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്: യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. 48-ാം വാക്യം പ്രകാരം പറയുന്നു: എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുമ്പോൾ വചനത്തിന് മറവിലായിരിക്കുന്ന ഒരാളായിരിക്കണം. അതിൽ നിന്നാണ് രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ ശിഷ്യൻ, സാക്ഷ്യം വഹിക്കുന്ന ഒരാൾ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം അവിടെ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ വളരെ ദീർഘിക്കാതെ വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് വചനം പഠിച്ചാൽ മാത്രം പോരാ, അത് അനുസരിക്കുന്നവരായിക്കൂടെ നാം ആയിരിക്കണം. വി ഷുഡ് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ കർത്താവ് എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ആരും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്ന വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു.
മൂന്നാമതായിട്ട് രണ്ടാം പാഠമായി വായിച്ച തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും, ഒരു ഫലം കായ്ക്കുന്നവരാണ് ശിഷ്യൻ, യഥാർത്ഥ ശിഷ്യൻ. ഫലം കായ്ക്കുന്നവരാണ്, ഫലം പുറപ്പെടുവിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം അവിടെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്: അധികം ഫലം കായ്ക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫലം, ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളെ കാണിക്കുന്നതാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5-ാം അധ്യായം വായിക്കുമ്പോൾ 22-ഉം 23-ഉം വാക്യങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ പ്രായോഗിക ജീവിതത്തിലെ പ്രവൃത്തികൾ തന്നെയാണ് ഫലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 2-ാം പാഠത്തിലൂടെ നാം ഇന്ന് കേട്ടതും അതുതന്നെയാണ്. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം, യഥാർത്ഥ ഡിസൈപ്പിള് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം എന്ന് വചനം ഓർപ്പിക്കുന്നു. അതിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ 4-മതായി എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾ സ്വയം ത്യജിക്കുന്നവരായിരിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ സ്വയം ത്യജിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സെൽഫ് സാക്രിഫൈസ് ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ സെൽഫ് സാക്രിഫൈസ് ആണ്. വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ മാത്രമേ അവിടെ പ്രയോജനം ചെയ്യുന്നു. സുവിശേഷ ഭാഗത്ത് നാം വായിച്ചതുപോലെ ഞാനോ കുറയണം, അവൻ വളരണം എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ശിഷ്യനായിരിക്കുന്ന ഒരാൾ ഫലം പുറപ്പെടുവിക്കുന്ന ഒരാളാണ്. ഇതിനെക്കാട്ടിലെല്ലാം ഉപരിയായി ഏറ്റവും അവസാനമായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്, യോഗ്യത എന്നുള്ളത്, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ശിഷ്യൻ എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കമായി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരാധന വാചകങ്ങളിലൊക്കെ നമ്മൾ പറയുന്നതാണ്, സ്നേഹത്തിൽ സകല തിരുവചനവും അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാനും നിങ്ങളും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്തയിലേക്ക് ഒതുങ്ങുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഇന്ന് ക്രിസ്തീയ ശിഷ്യത്വത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആർ വി ലിവിങ് എ വർത്തി ലൈഫ്, മൂല്യമുള്ള അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ശിഷ്യനായ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്ന ക്രിസ്തുവാണോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ ചിന്തകളിലും ക്രിസ്തു ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, പ്രവർത്തന ബന്ധാവുകളിലൊക്കെ ആയിരിക്കും. അവിടെ ഇന്ന് വീണ്ടും വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യ ശിഷ്യനാകുന്നുവെങ്കിൽ വചനം പഠിച്ചവനായിരിക്കണം, വചനം പ്രമാണിക്കുന്നവനായിരിക്കണം, ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കണം, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് നമ്മെ ഓർപ്പിക്കും. അതുകൊണ്ട് ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിശ്വാസം നമ്മൾ ആയിരിക്കുമ്പോൾ, ലെറ്റ് us submit ourselves to his will. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, your life is not about you, it's all about your creator. നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടേത് അല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ നോട്ടത്തിലൂടെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മഹത്വപ്പെടേണ്ടത് കർത്താവിൻ്റെ നാമമാകുന്നു എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ഇന്ന് വചനത്തിലൂടെ, ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓരോ ദിവസവും നാം എണ്ണപ്പെട്ട് വളരെ മൂല്യമായി ജീവിച്ച് തീർക്കുമ്പോൾ, ഇന്ന് ഈ നിമിഷം എനിക്ക് നൽകിയത് കർത്താവാകുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടവും കർത്താവായിരിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിത്തീരുമ്പോൾ തീർച്ചയായും യഥാർത്ഥ ക്രിസ്ത്യ സാക്ഷികളായി ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും
പരിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ വിശ്വാസമാനാൽ സാധിക്കപ്പെട്ട് ജനിച്ച ബന്ധിയോസ്തലാത്തിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചുവിടപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു പിന്നെയും സ്വർഗത്തിലേക്ക് ഇറങ്ങി സർവ്വപിതാവായ ഫാദരി അവിടെ നിന്ന് ജീവനുള്ളവരെ മരിച്ചവരെയും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരപ്രധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ മുട്ടുകളെ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. നിങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളല്ലോ. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ടിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വേർതിരിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരു ദിവസം കൂടെ ഈ ലോകത്തിൽ ആയിരിക്കുവാൻ, കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷിയായി നിലനിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നോർത്ത് സ്തോത്രം ചെയ്യാം. കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യാം. വചനത്തിലൂടെ കേട്ടതുപോലെ ഒരു യഥാർത്ഥ ശിഷ്യയായി ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിലനിൽപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകമോഹങ്ങൾക്ക് പിറകെ ഓടുന്നവരായിട്ടല്ല, കർത്താവിൻ്റെ നാമോഹത്തിനായി നിൽക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ നോട്ടവും കർത്താവെ അങ്ങായിരിക്കുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായും മാനസികമായും ഒക്കെ കർത്താവേ നിന്റെ മക്കളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രോഗത്തിന്മേൽ അങ്ങയുടെ നാമം ജയമെടുക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തക്കതായൊരു മെഡിസിൻ കണ്ടുപിടിക്കുവാൻ ദൈവമായ കർത്താവേ അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരാളിലേക്ക് പോലും ഇത് പകരുവാൻ ഇടയാക്കരുതേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദേശ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കാം.
അനേകർ യാത്ര ചെയ്യുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു, തയ്യാറെടുക്കുന്നു. പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. യാത്രാ ക്രമീകരണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിനൊന്നും സാഹചര്യമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളടക്കം അനേകര് മാനസികമായി പ്രയാസത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്നു. കർത്താവേ, അവരെയൊക്കെ അങ്ങയുടെ കൃപയിൻ മറവിൽ മറച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രവർത്തനങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആരാധനയ്ക്കായി കടന്നു വരുവാൻ സാധിക്കാതെ അനേക ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആരാധിക്കുന്നു. കർത്താവേ, ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ആത്മാവിലും സത്യത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ ഇട നൽകുമാറാകണമേ എന്ന് നമുക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ഇടവകയെ നയിച്ച എബിയച്ചനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയ ഇടത്തിലേക്ക് നിന്റെ മക്കൾ കടന്നു പോയിരിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർക്കാം. ചർച്ച് കമ്മിറ്റിയെ ദൈവകരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ശരീരസ്സുകളാലും ഭാരങ്ങളാലും പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളാരും നഷ്ടമായി പോകുവാനിടയാക്കരുതയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സുഹൃത്തുക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ ശുശ്രൂഷയെ സ്വർഗം മാനിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹായിടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മഹായുടെ അധ്യക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈദികരെ, സഭാ ശുശ്രൂഷകരെ, മിഷൻവയൽ പ്രദേശങ്ങളെ, സുമാരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ക്രമീകരണങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി വിഷയങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്ര പ്രാർത്ഥനകളിൽ പൊതുവിലുള്ള സ്തോത്രം ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകളെയും പിതാവേ, അഗ്രഹാടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും മരണയ്ക്കായിട്ടും ഞങ്ങൾക്ക് മനഃപൂർവ്വം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്ലേക്ക് വേണ്ടി ലോകത്തെ എടുത്തതിന് വെച്ചുള്ള സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും സ്തുതിക്കുന്നു. നീയോടും ഭാഗം നടന്ന ഘടനകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളെപ്പോലും കൂടെ നിനക്ക് പരിശുദ്ധാത്മാവിനും പ്രതിമാനമാക്കുന്നു. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അതേ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. നോട്ടീസായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോടൊപ്പം ശുശ്രൂഷകളായിരിക്കാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജൂൺ മാസം 24-ാം തീയതി ഈ ഇടവകയുടെ ചുമതല ഔദ്യോഗികമായിട്ട് എടുക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഇടവകയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് നയിച്ച എബിയച്ചനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. പുതിയ ഇടം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അച്ഛൻ്റെ ശുശ്രൂഷ ആദേശത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് 24-ാം തീയതി ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തിനായിട്ടും
ലഭിച്ച എല്ലാ നല്ല വാക്കുകൾക്കായുമൊക്കെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും യുവജന സുഹൃത്തുക്കളോടും ഒക്കെയുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഇടവകയിലെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനിടയാകുമാറാകട്ടെ. ഒത്തൊരുമിച്ച് നമുക്ക് ഈ ദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇട നൽകുമാറാകട്ടെ എന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും അടിയനെ കുടുംബമായി ഓർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കേരള മഹാ ഇടവക ബിഷപ്പ് ഇലക്ഷൻ സെപ്റ്റംബർ മാസം 2-ാം തീയതി പാനൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാകുന്നല്ലോ. അതിൻ്റെ എല്ലാ നടത്തിപ്പുകളെയും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തപ്പെടുവാൻ, മഹാ ഇടവകയെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരാൾ മുന്നിലേക്ക് കടന്നു വരുവാൻ, തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. അത്യാവശ്യമില്ലാത്ത പക്ഷം ആരും സഞ്ചരിക്കുവാനോ യാത്ര ചെയ്യുവാനോ ഒന്നും പാടില്ലാത്തതാകുന്നുവല്ലോ. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഇട നൽകുമാറാകട്ടെ എന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് പാട്ടുപാടി സ്തോത്ര കാഴ്ച എടുക്കാം. ഞാൻ കീർത്തനങ്ങളിൽ 224-ാം കീർത്തനം നമുക്ക് ഈ സമയം പാടാം. ഹിം നമ്പർ 224. നമുക്ക് നമ്മളെ തന്നെയും വഴിപാടുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ.
ക്ലോസിംഗ് ഹിം 262. ജ്ഞാനകീർത്തനങ്ങളിൽ 262 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 262. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ ആരാധനയുടെ സമയത്ത് വ്യാപരിച്ച ദൈവിക കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനരും പാപികളും ദോഷികളുമായ അടിയങ്ങളെ കർത്താവെ ഒരു ദിവസം കൂടെ അങ്ങ് പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ യഥാർത്ഥ ശിഷ്യരായി നിലനിൽപ്പാൻ കർത്താവെ വെല്ലുവിളികൾക്ക് മധ്യത്തിൽ അങ്ങയുടെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവുമായിരിക്കാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കിടപ്പെട്ട വിഷയങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപ മറവിൻ മറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.